ഗൈസ് ഈ ഒരു പരിപ്പ് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പാലക് ചീര ദാൽ കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തൂർ ദാലാണ്, നമ്മുടെ തോരപ്പരിപ്പില്ലേ അതാണ് കേട്ടോ സാധനം. അപ്പോൾ അത് നമ്മൾ നല്ല വൃത്തിക്ക് ഒരു 3-4 വെള്ളത്തിൽ, ഞാനൊരു 3 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് ഒന്ന് കഴുകി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊന്ന് കുതിരാൻ വെക്കുക. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 2 മിനിറ്റെങ്കിലും കുതിരാൻ വെക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫസ്റ്റ് ടൈം ട്രൈ ആണ് ഇത്. ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ പാലക് ചീര വെച്ചിട്ടല്ല വെച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ സാമ്പാർ ചീര എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ഞാനത് ഫസ്റ്റ് ടൈമാണ് അന്ന് കാണുന്നത്. ആ ഒരു ചീര വെച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് പാലക് ചീര വെച്ചിട്ട് വെക്കാനായിട്ട് പോകുന്നത്. ഞാൻ ചെന്നൈയിലെ ഹോസ്റ്റലിൽ നിന്ന ടൈമിലാണ് കേട്ടോ ഇങ്ങനൊരു ഡിഷ് ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് സക്സസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ നമ്മുടെ ദാലിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുക്കറിൽ വെക്കുക. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ഞാൻ കുക്കറിൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 4 വിസിൽ കേട്ടോ, നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും, ഒരു 4 വിസിൽ വെക്കുക. ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി എന്ന് പറയുന്നത് നമ്മുടെ സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാലക് ചീര. ഇതുപോലാണ് കേട്ടോ പാലക് ചീര ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് ലുലുന്ന് വാങ്ങിയതാണ്. അപ്പോൾ ചീരയുടെ ചുമന്ന ചീരയും വെള്ളച്ചീരയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പാലക് ചീര വാങ്ങിയാലോ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നോക്കിയത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെയാണ് വാങ്ങിയത്. അപ്പോഴാണ് എങ്കിൽ ശരി ദാലൂടി വാങ്ങിയിട്ട് ഈ ഒരു കറി ഒന്ന് വെച്ച് നോക്കാമെന്ന് വെച്ചത്. അപ്പോൾ നമ്മുടെ പാലക് ചീരയും സവാളയും അതുപോലെ പച്ചമുളകും ഒക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിയുക കേട്ടോ. എനിക്ക് സവാള അരിയുമ്പോൾ പെട്ടെന്ന് കണ്ണ് നിറയും ഗൈസ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ആണെങ്കിൽ താഴൊന്ന് കമൻറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അടുപ്പിൽ നമ്മുടെ സോസ് പാൻ എടുക്കുക, അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് കടുക്, ഉലുവ, പിന്നെ ജീരകം, പെരുംജീരകമല്ല സാദാ ജീരകം ഇടുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞ സവാള അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഓക്കെ, ഒരു ബ്രൗൺ കളറൊക്കെ ആകാറാകുന്ന ടൈമിൽ നമ്മൾ അതിനകത്തേക്ക് പച്ചമുളക്, അതുപോലെ തന്നെ തക്കാളി ഇടുക, അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പാലക് ചീര ഇടുക, എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെള്ളം ഒന്നും ഒഴിക്കാതെ അടച്ചു വയ്ക്കുക കേട്ടോ. ചില വീഡിയോസിൽ വെള്ളം ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളമൊന്നും ഒഴിക്കേണ്ട. വെള്ളം അതിനകത്ത് ഇറങ്ങിയിട്ട് ആ ചീര നന്നായിട്ട് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ഇതുപോലെ വെന്ത് വന്ന പാലക് ചീരയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ദാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കറി റെഡി.